കഴിഞ്ഞ 2 ദിവസവും ഞാൻ എനിക്കറിയാവുന്ന ഒരു ബിസിനസ്സുകാരന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അവർക്ക് വന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ കരകയറാമെന്നുള്ള ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് 3 പോയിന്റ് ഞാൻ പറയാം. ഏതൊരു ബിസിനസ്സുകാരനും ചെയ്യേണ്ടിയിരിക്കുന്ന 3 കാര്യങ്ങൾ. ബിസിനസ് എന്നത് ഒരു കച്ചവടം മാത്രമല്ല, അത് കൃത്യമായ ഒരു പ്ലാനിങ് കൂടിയാണ്. ഒന്നാമത്തെ പോയിന്റ് അത് ഏത് ബിസിനസ്സുകാരനും ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കണം എന്നുള്ളതാണ്. ഒരു റിസർവേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ആ സെയിൽസ് കുറഞ്ഞാൽ പോലും അവിടെ വരുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ബില്ലിങ്, നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കേണ്ട ബില്ല്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറി, പിന്നെ മറ്റ് റെന്റ്, അങ്ങനെയുള്ള ചെലവുകൾ. ഇതെന്തായാലും നമ്മൾ കൊടുത്തേ മതിയാവും. ഒരു 3 മുതൽ 6 മാസം വരത്തേക്കുള്ള ഇതിനുള്ള തുക നമ്മൾ എപ്പോഴും റിസർവ് ചെയ്ത് വച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, ബിസിനസിനെ ഒരു ATM ആയിട്ട് കരുതാതിരിക്കുക. ബിസിനസ്സിൽ പണം വരുന്നത് മുഴുവൻ നമുക്കുള്ളതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ സാലറി അതിൽ നിന്നും എടുക്കാം. അല്ലാതെ ബിസിനസ്സിൽ നിന്നും വരുന്നതെല്ലാം നമ്മൾ അതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, വിറ്റ സാധനങ്ങളുടെ വില അത് നമ്മളുടെ കയ്യിൽ എപ്പോൾ വരും, അതുപോലെ തന്നെ സപ്ലയേഴ്സിന് എപ്പോൾ ബില്ല് പേ ചെയ്യണം, ഇത് നമ്മൾ എപ്പോഴും ട്രാക്ക് ചെയ്യണം. സെയിൽസ് കൂടിയതുകൊണ്ട് മാത്രമായില്ല പണം നമ്മുടെ അക്കൗണ്ടിൽ വരണം. സെയിൽസ് ധാരാളം നടക്കാം, അത് ചിലപ്പോൾ കടം കൊടുക്കുന്നതായിരിക്കാം, അതിന്റെ പേയ്മെന്റ് കിട്ടാൻ ചിലപ്പോൾ ഒരുപാട് താമസിച്ചേക്കാം. അതിനിടയ്ക്കും നമുക്ക് മറ്റ് ചെലവുകൾ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്റെ പരിചയത്തിലുള്ള ആ ബിസിനസ്സുകാരൻ ഇന്ന് തിരിച്ചു വരവിന്റെ പാതയിലാണ്. അദ്ദേഹം അത് ഇന്ന് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ പാഠം പഠിക്കാൻ അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇനി ആർക്കും അത്തരം അബദ്ധം പറ്റാതിരിക്കട്ടെ. നിങ്ങൾ ഇതിൽ ഏതാണ് ആദ്യം ആക്ഷൻ എടുക്കാൻ പോകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക.